നമസ്കാരം. ഇന്ന് കേരള സ്റ്റൈൽ ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കാം. അതിനുവേണ്ടി 2 പിടി മല്ലിയില, 1 പിടി പുതിനയും മിക്സിൻ്റെ ജാറിലിട്ട് നല്ലപോലെ അരച്ച് 1.5 കിലോ ചിക്കൻ ഒരു പാത്രത്തിൽ കഴുകിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ഇനി ഈ പ്ലേറ്റിൽ വലിയ സ്പൂണിന് 1 സ്പൂൺ ചിക്കൻ സുഗാന മസാല, അതനുസരിച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1 ബൗൾ തൈര് ഒഴിച്ച് 1 ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് 1 വലിയ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് 2 മണിക്കൂർ നേരത്തേന് മസാല പിടിക്കാൻ അടച്ചു വെക്കാം. ഇനി അടുപ്പത്ത് കടായി വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി 1.5 കിലോ സവോള നൈസായി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഉള്ളി വറുത്ത് കോരണം. ബിരിയാണി ഉണ്ടാക്കുന്നതിന് അരമണിക്കൂർ മുമ്പിൽ 1.5 കിലോ ബിരിയാണി റൈസ് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ച് കഴുകി ഇനി ഉള്ളി മൂത്ത് വന്ന് കോരിയെടുത്ത് 1/2 കിലോ തക്കാളി നൈസായി അരിഞ്ഞത് കടായിലേക്ക് ഇട്ട് കൊടുത്ത് എണ്ണ കുറച്ചിട്ടുണ്ടായിരുന്നു. നല്ലപോലെ വെന്ത് പേസ്റ്റായി. ഇനി ചിക്കൻ ഇട്ട് കൊടുക്കാം. 2 അടുപ്പത്ത് വെക്കണം, എന്നാൽ പെട്ടെന്നാവും. അപ്പുറം ഇപ്പുറമാകുമ്പോൾ പെട്ടെന്ന് റെഡിയാവും. ഇനി വറുത്ത് കോരി വെച്ച ഉള്ളി 1.5 പിടി വരെ ചിക്കനിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഗ്യാസ് ഫ്ലെയിം കുറച്ച് അടച്ചു വെച്ച് ഇനി അടുപ്പത്ത് പാത്രത്തിൽ വെള്ളം ചൂടായി ഇത്ര മസാല ഇട്ട് കല്ലുപ്പ് ഇട്ട് കൊടുത്ത് ഉപ്പുണ്ടോ നോക്കണം വെള്ളത്തിന്. ഇനി അരി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്ത് ഇനി ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ചിക്കൻ്റെ അടപ്പ് തുറന്ന് ചിക്കൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്ത് 15 മിനിറ്റ് കഴിഞ്ഞ് ചോറ് വെന്തോ നോക്കാം. 3/4 ഭാഗം വെന്താൽ മതി. ഇനി അടുപ്പത്ത് ഒരു തവ വെച്ച് ഒരു പാത്രം വെച്ച് കൊടുത്ത് ഇനി ചിക്കൻ അടിയിലിട്ട് കൊടുത്ത് ഇനി ചോറ് ആ ചൂടോടെ കോരിയിട്ട് കൊടുക്കണം. രണ്ടാമത്തെ സ്റ്റെപ്പും ചിക്കൻ ഇട്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പിനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുത്ത് ഉള്ളി വറുത്തത് ഇട്ട് കൊടുത്ത് ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് ഇത് കുറച്ച് ഈന്തപ്പഴം വന്ന് അതും ഇട്ട് അടച്ചു വെച്ച് ഇനി ആവി വന്നപ്പം തുറന്ന് നല്ല സൂപ്പർ ബിരിയാണി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം.